എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ശുക്രൻ്റെ രാശിമാറ്റമാണ്. ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ച് നമ്മൾ മിക്കവാറും വീഡിയോകൾ ചെയ്യാറുണ്ട്. ശുക്രൻ അത്യധികം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. ശുക്രൻ ഇപ്പോൾ നിൽക്കുന്നത് ഉച്ചരാശിയായ മീനത്തിലാണ്. ഉച്ചരാശിയായ മീനത്തിൽ നിന്നും മേടൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. അത് 2026 മാർച്ച് 26 മുതൽ 2026 ഏപ്രിൽ 19 വരെയാണ് ശുക്രൻ മേടത്തിൽ നിൽക്കുന്നത്. ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം 7 രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ അഥവാ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഏതൊക്കെയാണ് ആ 7 രാശിക്കാരെന്നും എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് എന്നതുമാണ്. ശുക്രൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആദ്യത്തെ രാശി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് ഈ രാശിക്കാരുടെ 2ഉം 7ഉം ഭാവാധിപൻ കൂടിയാണ്. അപ്പോൾ 2ഉം 7ഉം ഭാവത്തിനും ചില പ്രത്യേകതകളുണ്ട്. 2ഉം 7ഉം ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ധനത്തിൻ്റെ, വിദ്യയുടെ ഒക്കെ വാക്കിൻ്റെയൊക്കെ സ്ഥാനം 2ആം ഭാവം കൊണ്ടുണ്ട്. 7 പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ സ്ഥാനവുമാണ്. അപ്പോൾ മേടൻ രാശിയിൽ ജന്മത്തിലുള്ള ശുക്രൻ്റെ ഗ്രഹചാരം മേടൻ രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ, പ്രത്യേകിച്ച് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7 ശനിയുടെ ദോഷങ്ങളുണ്ട്. വ്യാഴം 3-ലൊക്കെയാണ്. അതിൻ്റെ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, കേസ്, വഴക്ക്, അങ്ങനെയുള്ള പല തരത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ഉണ്ടാക്കും. ജന്മത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നമുക്ക് കീർത്തി സമ്മാനിക്കും. ഇന്ന് മാത്രമല്ല, കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ രാശിക്കാരെ സംബന്ധിച്ച് കർമ്മമേഖലയിൽ വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അതിനകത്തൊക്കെ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നുണ്ട്. പിന്നെ 2 വാക്ക്, വിദ്യ, ഭൂമി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാനും നമ്മൾക്ക് മറ്റുള്ള ജനങ്ങളുടെ അംഗീകാരം കിട്ടാനുമൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. കൂടാതെ ദാമ്പത്യപരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണോ ഈ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്നത്, അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം വന്നു ചേരുന്ന ഒരു സമയമാണ് മേടൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. ഈ രാശിയിൽപ്പെട്ട ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. അവർക്കും ഒരിടക്കാല ആശ്വാസം പോലെ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കൂടാതെ കലാരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ നിൽക്കുന്നവർക്ക് അതിൽ വിജയം കൈവരിക്കാൻ ഒക്കെ സ്ഥാനമാനങ്ങളൊക്കെ നേടി കിട്ടാനുമൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. പൊതുവിൽ ശുക്രൻ്റെ രാശിമാറ്റം മൂലം മേടൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുക്രൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ വരുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയുടെ 11-ലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 11-ൽ ശുക്രൻ നിൽക്കുന്ന സമയം ഇവരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഈ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മവ്യാഴത്തിൻ്റെയും കണ്ടകശനി, പ്രത്യേകിച്ച് കർമ്മകണ്ടകശനി, 10-ൽ ശനി സഞ്ചരിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ,
ബന്ധുജന വിരോധങ്ങൾ, അധികാരികളുടെ അപ്രീതികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും 11 എന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ്. സർവാഭീഷ്ട സ്ഥാനത്തേക്ക് ശുക്രൻ രാശിമാറ്റം നടത്തുമ്പോൾ സൗഭാഗ്യവും കീർത്തിയും സമ്പത്തും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. പിന്നെ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5ഉം 12ഉം ഭാവാധിപനാണ് ശുക്രൻ. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, സന്താനം, സമ്പത്ത്. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യയത്തിൻ്റെ സ്ഥാനമാണ്, ചെലവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക്, പ്രത്യേകിച്ച് സന്താന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്നതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. സന്താനങ്ങൾക്ക് നല്ല തൊഴിൽ ലഭിക്കാൻ യോഗമുണ്ട്. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകാനുമൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. മനസ്സിന് ഒരു സുഖം കിട്ടുന്ന ഒരു കാലയളവുമാണ്. പിന്നെ ചെലവുകളെ നിയന്ത്രിച്ച്, ചെലവുകളെ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഈ രാശിക്കാർക്ക് വന്ന് ചേരാൻ പോകുന്നത്. ഈ രാശിയിൽപ്പെട്ട എല്ലാ കർമ്മമേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് പലവിധ പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് അതിൽ നിന്നെല്ലാം ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിടുതൽ കിട്ടാനും, ബിസിനസ് രംഗത്താണെന്നുണ്ടെങ്കിലും തൊഴിൽ രംഗത്താണെങ്കിലും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരാനും സാമ്പത്തിക നേട്ടങ്ങൾ ലഭ്യമാകാനും ഇടയാകുന്ന ഒരു കാലയളവായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും അവർ പലവിധ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലയളവ് അവർക്കും പലവിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന കാലയളവും ആയിരിക്കും. മിഥുനൻ രാശിക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുക്രൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശിയിൽ വരുന്നത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 10ലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 10 എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ്. കൂടാതെ കർക്കിടകൻ രാശിയുടെ 4ഉം 11ഉം ഭാവാധിപനാണ് ശുക്രൻ. 4ഉം 11ഉം ഭാവാധിപനായ ശുക്രൻ 10ൽ ഗ്രഹചാരം ചെയ്യുമ്പോൾ തൊഴിൽപരമായിട്ടൊക്കെ പലവിധ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് തൊഴിലിൽ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ, സാമ്പത്തിക ലഭ്യത, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ, പ്രമോഷൻ എല്ലാം വന്നു ചേരാനും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവപ്പെടാനും ഇടയാകുന്ന ഒരു കാലയളവാണ് എന്നുള്ളതും അറിയുക. കൂടാതെ 11ാം ഭാവാധിപൻ കൂടിയാണ്. സർവാഭീഷ്ട സ്ഥാനമാണ് 11. പലവിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കീർത്തിയും എല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം മൂലം സംഭവിക്കാൻ പോകുന്നത്. കൂടാതെ ഈ കർക്കിടകൻ രാശിയിൽപ്പെട്ട കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഏത് കർമ്മമേഖലയായിക്കൊള്ളട്ടെ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മേലധികാരികളുടെ അപ്രീതികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടും. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവ് തന്നെയായിരിക്കും ശുക്രൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുക്രൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9ലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്തേക്കുള്ള ശുക്രൻ്റെ ഗ്രഹചാരം വളരെയധികം സൗഭാഗ്യങ്ങളും ഈശ്വരാധീനവും ഈ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. കൂടാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം 3ഉം 10ഉം ഭാവാധിപനാണ് ശുക്രൻ. 3 എന്ന് പറഞ്ഞാൽ സഹോദര സ്ഥാനമാണ്, ധൈര്യത്തിൻ്റെ സ്ഥാനമാണ്. 10 എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്. കർമ്മപുഷ്ടി, കർമ്മമേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നുവെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും മാറി കർമ്മപുഷ്ടി ഉണ്ടാകാനും കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ കൈവരിക്കാനും ഒക്കെ കഴിയുന്ന സമയമാണ്. കൂടാതെ വളരെയധികം ധൈര്യം, ആത്മധൈര്യത്തോടു കൂടി ജീവിതത്തെ
ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാലയളവാണ്. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ പൊതുവിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. ശുക്രൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ചിങ്ങൻ രാശിക്കാർക്ക് വരുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുക്രൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ലാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 5ലേക്കുള്ള ശുക്രൻ്റെ മാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്കുണ്ടാകും. 5 എന്ന് പറയുന്നത് സന്താന സ്ഥാനമാണ്, മനസ്സിൻ്റെ സ്ഥാനമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും സന്താന ഗുണവും സാമ്പത്തികമായ നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. സന്താന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന സമയമാണ്. സന്താന ഗുണം ലഭിക്കാനും സന്താനങ്ങൾക്ക് നല്ല തൊഴിൽ ലഭിക്കാനും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നടത്താൻ ഒക്കെ സാധ്യമാകുന്ന ഒരു കാലയളവാണ്. അവരുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകാനും ഒക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. കൂടാതെ സർവാഭീഷ്ട സ്ഥാനത്തിൻ്റെയും കൂടി അധിപനാണ് 11. അപ്പോൾ അതുകൊണ്ട് കുറേ കാലമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പൂർത്തീകരിക്കാനും അതിലൂടെ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരാനും സാധ്യതയുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവിൽ അനുകൂലമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്ന കാലയളവാണ്. ധനുരാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുക്രൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മകരൻ രാശിയാണ്. മകരൻ രാശിയിൽ വരുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ച് 4ലാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 4 എന്ന് പറയുന്നത് സുഖ മാതൃഭാവമാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഈ രാശിക്കാർ പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും കുടുംബത്തിലുള്ള അസ്വസ്ഥതകളും ദാമ്പത്യ പ്രശ്നങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന ഒരു കാലയളവാണ്. സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും. മാനസികമായിട്ട് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതെല്ലാം വിട്ടുമാറി മനസ്സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ്. കൂടാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ, അതായത് 5ഉം 10ഉം ഭാവാധിപനാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ മനസ്സ്, സന്താന ഗുണമുണ്ടായിരിക്കും, സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളുണ്ടാവും, സന്താനങ്ങളുടെ നല്ല തൊഴിൽ ലഭിക്കാൻ യോഗം ഉണ്ടാകും, വിദേശയോഗം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. കർമ്മരംഗത്ത് ഏത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രാശിക്കാർ പ്രവർത്തിക്കുന്നത് അതിലെല്ലാം വൻ വിജയം കൈവരിക്കാനും ഒക്കെ കഴിയുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് വന്നു ചേരുന്നത്. കൂടാതെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, കലാകാരന്മാരുണ്ട്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവർ നേരിട്ട് കൊണ്ടിരുന്ന പ്രതിസന്ധികളൊക്കെ മാറി സമാധാനവും സന്തോഷവും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ്. മകരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുക്രൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശി അഥവാ 7ാമത്തെ രാശി മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അവരുടെ രാശിയുടെ 2ലാണ് ഗ്രഹചാരം നടത്തുന്നത്. 2 എന്ന് പറയുന്നത് ധനസ്ഥാനമാണ്, വാക്കിൻ്റെ സ്ഥാനമാണ്. മീനൻ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജന്മശനിയുടെയും കാലമാണ്. പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കേസ് വഴക്ക്
കുടുംബത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാർക്ക് ശുക്രൻ 2-ൽ വരുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. 2 പറഞ്ഞാൽ ധനം, വാക്ക്, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും, വാക്ക് പാലിക്കാൻ കഴിയും. നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾക്ക് കുറച്ചും കൂടി മാന്യതയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു കാലയളവാണ്. കൂടാതെ മീനൻ രാശിക്കാരുടെ 3ഉം 8ഉം ഭാവാധിപനാണ് ശുക്രൻ. 3 പറഞ്ഞാൽ സഹോദര സ്ഥാനം, ധൈര്യത്തിൻ്റെ സ്ഥാനമൊക്കെയാണ്. സഹോദരങ്ങളൊക്കെ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി സഹോദരങ്ങളൊക്കെ ആയിട്ട് നല്ല ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. കൂടാതെ 8 പറഞ്ഞു കഴിഞ്ഞാൽ ആയുർസ്ഥാനം, ആരോഗ്യത്തിൻ്റെ രോഗസ്ഥാനമൊക്കെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ രാശിക്കാർ നേരിട്ടിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള മോചനം കിട്ടി സമാധാനവും സന്തോഷവും വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും കലാകാരന്മാരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഈ കാലയളവ് ഒരു മോചനം കിട്ടാനും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരാനും സാധ്യതയുള്ള സമയമാണ്. മീനൻ രാശിക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശുക്രൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന 7 രാശിക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.